ഹായ് ഡിയേഴ്സ്, വളരെ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന കേരള മെഡിക്കൽ റാങ്ക് തയ്യാറാക്കാനുള്ള അവസരം വന്നിട്ടുണ്ട്. അത് എന്താണെന്ന് നമുക്ക് വിശദമായി നോക്കാം. ഇതാണ് ഇന്നത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്. 2020 മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനം നീറ്റ് ഫലം ഓൺലൈനായി സമർപ്പിക്കുന്നതിനുള്ള അവസരമാണ് ഒരുക്കിയിരിക്കുന്നത്. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾക്ക് വേണ്ടി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 2020-21 അധ്യയന വർഷം കേരളത്തിലെ സർക്കാർ മെഡിക്കൽ ഡെന്റൽ കോളേജുകളിലെ സ്റ്റേറ്റ് കോട്ട സീറ്റുകളിലെയും സ്വാശ്രയ മെഡിക്കൽ ഡെന്റൽ കോളേജുകളിലെ NRI കോട്ട, മൈനോറിറ്റി കോട്ട ഉൾപ്പെടെയുള്ള മുഴുവൻ MBBS BDS സീറ്റുകളിലെയും സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെ ഓൾ ഇന്ത്യ കോട്ട സീറ്റുകളിലെയും പ്രവേശനം NTA ലഭ്യമാക്കിയിട്ടുള്ള നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് നീറ്റ് സ്കോറിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന റാങ്ക് ലിസ്റ്റിൽ നിന്നും ഏകീകൃത കൗൺസിലിംഗ് വഴിയായിരിക്കും നടത്തുന്നത്. കൂടാതെ ഓൾ ഇന്ത്യ കോട്ട സീറ്റുകളിലെയും പ്രവേശനം NTA ലഭ്യമാക്കിയിട്ടുള്ള നീറ്റ് സ്കോറിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പ്രവേശന പരീക്ഷാ കമ്മീഷണർ തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്നും ഏകീകൃത കൗൺസിലിംഗ് വഴിയായിരിക്കും നടത്തുന്നത്. കൂടാതെ BAMS, BHMS, BSMS, യുനാനി എന്നീ മെഡിക്കൽ കോഴ്സുകളിലെയും അഗ്രികൾച്ചർ, ഫോറസ്ട്രി, വെറ്റിനറി, ഫിഷറീസ് എന്നീ അനുബന്ധ കോഴ്സുകളിലെയും പ്രവേശനം നീറ്റ് സ്കോറിന്റെ അടിസ്ഥാനത്തിൽ പ്രവേശന പരീക്ഷാ കമ്മീഷണർ തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്നും ആയിരിക്കും. നമ്മൾ പറയാറുള്ള കാര്യമാണ്. കേരളത്തിൽ MBBS, BDS, ആയുർവേദം, ഹോമിയോപ്പതി, സിദ്ധ, യുനാനി എന്നീ മെഡിക്കൽ കോഴ്സുകളിലേക്കും അഗ്രികൾച്ചർ, ഫോറസ്ട്രി, വെറ്റിനറി, ഫിഷറീസ് എന്നീ അനുബന്ധ കോഴ്സുകളിലേക്കും ദാറ്റ് ഇസ് മെഡിക്കൽ അലൈഡ് കോഴ്സുകളിലേക്കും പ്രവേശനത്തിനായുള്ള സംസ്ഥാന റാങ്ക് ലിസ്റ്റുകൾ തയ്യാറാക്കുന്നതിലേക്ക് വിദ്യാർത്ഥികൾ അവരവരുടെ നീറ്റ് ഫലം പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് ഓൺലൈനായി സമർപ്പിക്കേണ്ടതാണ്. ഇനി ഇതിന്റെ ഡേറ്റ് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇതാണ് അതിന്റെ ഒരു കുട്ടികളെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഡേറ്റ് നോക്കുക. 2020 ഒക്ടോബർ 30 മുതൽ നവംബർ 4 വരെയാണ് നമുക്ക് ഡേറ്റ് ഉള്ളത്. വൈകുന്നേരം 5 മണി വരെയാണ് നമുക്ക് നീറ്റ് സ്കോർ അപ്ലോഡ് ചെയ്യാനുള്ള സമയം ഉള്ളത്. നോക്കുക, വെബ്സൈറ്റ് അഡ്രസ് ശ്രദ്ധിക്കുക. www.cee.kerala.gov.in എന്ന വെബ്സൈറ്റിലാണ് നമ്മൾ ചെയ്യേണ്ടത്. വളരെ പ്രധാനപ്പെട്ട കാര്യം, നിശ്ചിത സമയത്തിനകം നീറ്റ് പരീക്ഷാ ഫലം പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് ഓൺലൈനായി സമർപ്പിക്കാത്ത അപേക്ഷകരെ 2020 മെഡിക്കൽ കോഴ്സുകളിലേക്കും മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുമുള്ള സംസ്ഥാന റാങ്ക് ലിസ്റ്റുകളിൽ ഉൾപ്പെടുത്തുന്നതല്ല. ഓക്കെ, അപ്പൊ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, എല്ലാ വിദ്യാർത്ഥികൾക്കും അറിയാം. നീറ്റ് UG ഫലം സമർപ്പിക്കേണ്ട വിധം എന്താണെന്ന് നോക്കാം. നമുക്കറിയാവുന്ന വെബ്സൈറ്റ് അഡ്രസ്സായ cee.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ശ്രദ്ധിക്കാം. കീം 2020 കാൻഡിഡേറ്റ് പോർട്ടലിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നത്. കീം 2020 കാൻഡിഡേറ്റ് പോർട്ടലിൽ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നൽകി ഹോം പേജിൽ പ്രവേശിച്ച് നീറ്റ് റിസൾട്ട് സബ്മിഷൻ എന്ന മെനു ഐറ്റം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം റോൾ നമ്പർ, ആപ്ലിക്കേഷൻ നമ്പർ, ജനനത്തീയതി എന്നിവ നൽകിയാൽ വിദ്യാർത്ഥിയുടെ പേര്, അച്ഛന്റെ പേര്, അമ്മയുടെ പേര്, നീറ്റ് സ്കോർ, നീറ്റ് പെർസെന്റേജ്, നീറ്റ് ഓൾ ഇന്ത്യ റാങ്ക് തുടങ്ങിയ ദൃശ്യമാകുന്നതാണ്. അപേക്ഷകന്റെ വിവരങ്ങളും നീറ്റ് ഫലം സംബന്ധിച്ച വിവരങ്ങളും പരിശോധിച്ച് നീറ്റ് സ്കോർ കാർഡ് പ്രകാരം ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ വെരിഫൈഡ് ആൻഡ് സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് നീറ്റ് ഫലം സമർപ്പിക്കാവുന്നതാണ്. ഇപ്പൊ വിദ്യാർത്ഥികൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നീറ്റ് റിസൾട്ട് സബ്മിഷൻ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ cee.kerala.gov.in പോയിട്ട് നിങ്ങൾ കാൻഡിഡേറ്റ് പോർട്ടലിൽ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നൽകി ഹോം പേജിൽ പ്രവേശിച്ച് നീറ്റ് റിസൾട്ട് സബ്മിഷൻ എന്ന മെനു ഐറ്റം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം റോൾ നമ്പർ, ആപ്ലിക്കേഷൻ നമ്പർ നൽകി കഴിഞ്ഞാൽ ജനനത്തീയതി കൂടി നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റും. വെരിഫൈഡ് ആൻഡ് സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നീറ്റിന്റെ ഫലം സമർപ്പിക്കുന്ന പ്രക്രിയ പൂർത്തിയാകുകയുള്ളൂ. വെരിഫൈഡ് ആൻഡ് സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നീറ്റ് ഫലം സമർപ്പിക്കുന്ന പ്രക്രിയ പൂർത്തിയാകുകയുള്ളൂ. തുടർന്ന് നീറ്റ് റിസൾട്ട് സബ്മിഷൻ റിപ്പോർട്ട് ക്ലിക്ക് ചെയ്ത് പ്രിന്റ് ഔട്ട് എടുത്ത് വിദ്യാർത്ഥികൾ സൂക്ഷിക്കേണ്ടത്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് വെരിഫൈഡ് ആൻഡ് സബ്മിറ്റ്
ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ റിപ്പോർട്ട് എടുക്കണം. വളരെ അത്യാവശ്യമാണ്, അത് വിദ്യാർത്ഥികൾ സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. ഇനി നിങ്ങൾ ഇതൊന്നും തന്നെ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചാൽ മതി. നിങ്ങൾ നീറ്റ് റിസൾട്ട് സബ്മിഷൻ റിപ്പോർട്ടോ നീറ്റ് സ്കോർ കാർഡോ ഒന്നും തന്നെ വെബ്സൈറ്റ് പരീക്ഷാ കമ്മീഷണർക്ക് അയക്കേണ്ട കാര്യമില്ല. അപ്പൊ ഡേറ്റുകൾ പ്രത്യേകം നോക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. 30/10/2020 മുതൽ 4/11/2020 വൈകുന്നേരം 5 മണി വരെയാണ് നമുക്ക് വെബ്സൈറ്റിൽ ഇന്ന് മുതൽ അത് പ്രാബല്യത്തിൽ വരുന്നതായിരിക്കും. വിദ്യാർത്ഥികൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾക്ക് വേണ്ടി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഒപ്പം തന്നെ ഈ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പൊ നമ്മൾ ഇടുന്ന ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങളുടെ ലൈക്കും നമുക്ക് വളരെ വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവും. അതെന്തായാലും തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.